السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. നമ്മുടെ ജാമിയത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇൽമ് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക, ആ ഇൽമിൻ്റെ വക്താക്കളായിത്തീരുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ തുടങ്ങിയിട്ടുള്ള സംരംഭമാണ് ദാറുൽ ഇഫ്ത. ആ സംരംഭത്തിലേക്ക് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന് പണ്ഡിതന്മാർ നൽകിയ മറുപടികളുമാണ് ഇൻഷാ അള്ളാഹ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിലാദ്യമായി വന്നിട്ടുള്ള ഒരു ചോദ്യം, ഒരു സഹോദരൻ ചോദിച്ചത്, നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന മതപ്രഭാഷണ പരിപാടികൾ, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, ആ നാട്ടുകാർ, അവർ മഗ്രിബ് നമസ്കാരത്തിൻ്റെ കൂടെ ഇശാ നമസ്കാരം ജംഅ് ചെയ്ത് നമസ്കരിക്കൽ അനുവദനീയമാണോ എന്നുള്ളതാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജംഉം ഖസ്റും ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഇളവാണ്, റുഖ്സയാണ്. അതിൽ ഖസ്ർ എന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല യാത്രക്കാർക്ക് മാത്രം നിയമമാക്കിയിട്ടുള്ള കാര്യമാണ്. 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ, ളുഹ്ർ, അസ്ർ, ഇശ, ഈ 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ അതിൻ്റെ സമയത്ത് ഖസ്റാക്കി 2 റക്അത്തായി നമസ്കരിക്കുക, ഇതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ യാത്രക്കാർക്ക് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് അല്ലാഹു അവർക്ക് നൽകിയ റുഖ്സയാണ്. അതല്ലാത്ത, യാത്രക്കാരല്ലാത്ത മറ്റൊരാൾക്ക് നിസ്കാരം ഖസ്റാക്കുക, 4 റക്അത്തുള്ള നമസ്കാരത്തെ 2ആയി ചുരുക്കുക എന്നുള്ളത് അനുവദനീയമല്ല. അതേപോലെ തന്നെ ജംഅ് എന്ന് പറഞ്ഞാൽ 2 നമസ്കാരങ്ങളെ ഒരുമിച്ച് കൂട്ടി ആ 2 നമസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് രണ്ടും ഒന്നിച്ച് നമസ്കരിക്കുക, അതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ളുഹറും അസ്റും, ഒന്നെങ്കിൽ ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസ്റും ഒന്നിച്ച് നമസ്കരിക്കുക, അതല്ലെങ്കിൽ അസ്റിൻ്റെ സമയത്ത് ളുഹറും അസ്റും ഒന്നിച്ച് നമസ്കരിക്കുക, അതിന് ജമു തഖ്ദീം അല്ലെങ്കിൽ ജമു തഅഖീർ എന്ന് പറയും. അതേപോലെ മഗ്രിബും ഇശാവും, മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബും ഇശാവും ഒന്നിച്ച് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഇശാൻ്റെ സമയത്ത് മഗ്രിബും ഇശാവും ഒന്നിച്ച് നമസ്കരിക്കുക, ഇതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ജംഅ് വേറെ, ഖസ്ർ വേറെ. യാത്രക്കാർക്ക് മാത്രം ഖസ്ർ അള്ളാഹു നിയമമാക്കിയതുപോലെ ജംഅിനെ അള്ളാഹു സുബ്ഹാനഹു തആല നിയമമാക്കിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഹാജത്തിന് വേണ്ടിയിട്ടാണ്, ഹറജ് ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഹറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅ് ചെയ്ത് നമസ്കരിച്ചതായി ഒരുപാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ജംഅ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ റുഖ്സയാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ആണ്. ഖസ്റിൽ ഇജ്മാ ഉള്ളതുപോലെ തന്നെ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാരണങ്ങളുടെ പേരിൽ ഈ ഉമ്മത്തിൽ നിന്നും ഹറജ്, പ്രയാസം നീക്കുന്നതിന് വേണ്ടി ജംആയി നമസ്കരിച്ചിട്ടുണ്ട്. അതിലൊന്ന് മഴ. അത് സഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. മഴ കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും അസ്റും ജംആക്കി നിസ്കരിച്ചു. അതേപോലെ ഭയം, പേടി, ശത്രുക്കളിൽ നിന്നുള്ള ഭയം, അത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബും ഇശാവും ഒന്നിച്ച് ജംആക്കി നമസ്കരിച്ചു. അതേപോലെ യാത്രക്കാരൻ എന്ന നിലക്ക്, യാത്രക്കാരന് രണ്ടും ബാധകമാണ്, രണ്ടും അനുവദിക്കപ്പെട്ടതാണ്. ഖസ്റും ചെയ്യാം, ജംഉം ചെയ്യാം. അത് ളുഹറും അസ്റും 2 നമസ്കാരത്തെയും ജംഅ് ചെയ്ത് ഒന്നുകിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് നമസ്കരിക്കാം. അതും 4 റക്അത്ത് വേണ്ട, ഖസ്റാക്കി 2 റക്അത്തായി നമസ്കരിക്കാം യാത്രക്കാരൻ. അതല്ലാത്തവർക്ക് ജംഅ് പരിപൂർണമായി തന്നെ നിസ്കരിക്കണം, 4 റക്അത്ത് തന്നെ നിസ്കരിക്കണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅ് ചെയ്ത് നമസ്കരിച്ച മറ്റൊരു കാരണം രോഗമാണ്.
രോഗം കാരണം പ്രയാസപ്പെടുന്നവർ അവർക്കും നമസ്കാരങ്ങളെ ജംഅ ചെയ്ത് നമസ്കരിക്കാവുന്നതാണ് എന്ന്. അങ്ങനെ വ്യത്യസ്തമായ 4-5 കാരണങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. സഹോദരൻ ചോദിച്ച ചോദ്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മതപ്രഭാഷണ പരിപാടി സ്വാഭാവികമായും മഗ്രിബ് മുതൽ ഇശാ അല്ലെങ്കിൽ 10 മണി വരെ ആയിരിക്കും പ്രോഗ്രാം നടക്കുക. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആ നാട്ടിലുള്ള നാട്ടുകാരായ ജനങ്ങൾ ഇശാ നമസ്കാരം മഗ്രിബിൻ്റെ കൂടെ ജംആക്കി നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മളീ പറഞ്ഞതിന് നമുക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പ് പറയപ്പെട്ട ഹദീസുകളിൽ നിന്നും ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅ ചെയ്തിട്ടുള്ളത് അത് ഹറജിനെ നീക്കുന്നതിന് വേണ്ടിയാണ്, പ്രയാസത്തെ നീക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് മഴയോ രോഗമോ പേടിയോ ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ റസൂൽ ജംഅ ചെയ്ത് നമസ്കരിച്ചു എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് റസൂൽ അങ്ങനെ ജംഅ ചെയ്തത്? കാരണം മുമ്പ് പറഞ്ഞു ജംഅ ചെയ്യണമെങ്കിൽ കാരണം വേണം, സബബ് വേണം. ഈ പറയപ്പെട്ട സബബുകളൊന്നും ഇല്ലാതെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅ ചെയ്തത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഉമ്മത്തിൻ്റെ ഹറജ് നീക്കുന്നതിന് വേണ്ടിയാണ്, പ്രയാസം നീക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രയാസം എന്നുള്ളൊരു സബബ് ഉണ്ടെങ്കിൽ നമുക്ക് ജംഅ ചെയ്ത് നമസ്കരിക്കാം. ഇതാണ് ഈ ഹദീസ് മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതപ്രഭാഷണങ്ങളിൽ ജംഅ ചെയ്യാൻ അനുവാദമില്ല എന്നാണ് നമുക്ക് ഹദീസ് മനസ്സിലാകുന്നത്. കാരണം ഒന്നുകിൽ ആ പരിപാടിയിലേക്ക് വരുന്ന ആൾക്കാർ യാത്രക്കാരാണെങ്കിൽ യാത്ര എന്ന സബബ് കാരണത്താൽ അവർക്ക് ജംഅ ചെയ്ത് നമസ്കരിക്കാം. ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് ആ ബാങ്ക് വിളി കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിയിൽ ചെന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുക. അതാണ് ഏറ്റവും അഫ്ളൽ. കാരണം ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ സമയബന്ധിതമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കുക. 2, ആ നാട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ നമസ്കരിക്കാൻ സൗകര്യമില്ല. കാരണം നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥ അനുസരിച്ച്, നാടിൻ്റെ സമ്പ്രദായം അനുസരിച്ച് ഇത്തരത്തിൽ പരിപാടി സമയം നീണ്ടുപോകുന്നത് പ്രയാസമായി വരികയാണെങ്കിൽ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ നാട്ടുകാർക്ക് ജമാഅത്തായി ചെന്ന് തന്നെ ഇശാ നമസ്കരിക്കാവുന്നതാണ്. ഇതിനൊരു കാരണമാക്കി ജംഅ ചെയ്യാൻ പ്രത്യേകം ഒരു ഹറജുമില്ലാത്ത രൂപത്തിൽ ജംഅ ചെയ്യാൻ പണ്ഡിതന്മാർ അനുവാദം നൽകുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, അതുപോലെ സ്വാലിഹ് അൽ ഫൗസാനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ നൽകി പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ കാരണമില്ലാതെ ജംഅ ചെയ്യുന്നത് മിൻ കബാഇറിദ് ദുനൂബ്, സമയം മനഃപൂർവ്വം സമയം മാറ്റി നമസ്കരിക്കുന്നത് തുല്യമാണ്, അത് വൻ പാപത്തിൽ പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതപ്രഭാഷണം ജംഅ ചെയ്യാൻ മാത്രം തക്കതായ കാരണത്തിൽപ്പെട്ടതല്ല. കാരണം എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്, ഒരു പ്രയാസവും ഇല്ല. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കാം, അതാണ് ഏറ്റവും അഫ്ളൽ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം റാഹത്തായി ആ നാട്ടുകാർക്ക് പള്ളിയിൽ ചെന്ന് ജമാഅത്തായിട്ടും നമസ്കരിക്കാം. ഇന്നതിന് സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജംഅ ചെയ്യുന്നത് പാടില്ലാത്തതാണ്. മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൻ പാപത്തിൽ പെടുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചത്. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا